ഹലോ നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയും ഈ മൊബൈലിലാണ്. അപ്പോൾ നിങ്ങൾ ക്ലാരിറ്റി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഈ ടോപ്പ് റൈറ്റ് കോർണറിൽ പോയതിനു ശേഷം ക്വാളിറ്റി മാറ്റാം. നിങ്ങൾ ക്വാളിറ്റി അനുസരിച്ച് ഇതിൻ്റെ വീഡിയോയുടെ ക്ലാരിറ്റിയും കൂടും. അപ്പോൾ നമ്മൾ നേരെ അപ്സ്റ്റോക്കിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്, ഞാനൊരു ACCയുടെ ഒരു അപ്സ്റ്റോക്കിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഞാനീ പറയുന്നത് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. എന്നോടൊപ്പം ട്രേഡ് ചെയ്യുന്ന ഒരുപാട് പുതിയ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ടൊരു ഈ വീഡിയോ. പിന്നെ ഇത് അറിയില്ലാത്ത ആളുകൾക്കും കൂടി ഇത് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ചാർട്ട് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തു. ഈ ചാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റഡിയും നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ വ്യൂ നമുക്ക് സേവ് ചെയ്ത് വെക്കണം. കാരണം ഇത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടുന്നത് നമുക്ക് പറഞ്ഞുതരാം. ഞാൻ ഈ വ്യൂ ഞാനിപ്പോൾ സേവ് ചെയ്ത് വെക്കാനായിട്ട് പോവാണ്. സേവ്ഡ് വ്യൂ. ഇപ്പോൾ ഈ ഒരു സ്റ്റാർ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ്ഡ് വ്യൂ ഒരു വ്യൂ കൊടുക്കുക. അതിൽ ഞാനുള്ളെന്നാ എന്തെങ്കിലും കൊടുക്കുക, അതിലൊന്നുമില്ല. ഇപ്പോൾ ആ രീതിയിൽ ഞാൻ പോകാൻ കൊടുത്തു. അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ വന്നില്ല, ഒരു സെക്കൻഡ്, സോറി. ഓക്കെ, സേവ്. അപ്പോൾ നമ്മുടെ ഈ വ്യൂ സേവായി. അതിനുശേഷം നിങ്ങൾ കാലക്രമേണ നിങ്ങളുടെ ചാർട്ടിൽ പലതരം ടൂൾസുകളും എല്ലാം അപ്ലൈ ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് നമ്മുടെ സ്ക്രീൻ കാണണമെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഒരു ചാർട്ട് ഞാനിപ്പോൾ ഇത്തരം ടൂൾസൊക്കെ വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതൊന്നും വേണ്ടാതെ നമ്മളെ ഏതൊരു സ്റ്റോക്കിൻ്റെയും ഈ ഒരു ചാർട്ട് പാറ്റേൺ കാണണം, കുറച്ചും കൂടി വലുതായി കാണണമെങ്കിൽ സാധാരണ രീതിയിൽ അറിയില്ലാത്ത ആളുകൾ എല്ലാം റിമൂവ് ചെയ്യും. അപ്പോൾ റിമൂവ് ചെയ്തിട്ട് വീണ്ടും ആഡ് ചെയ്യും. അതിൻ്റെ കാര്യമില്ല. നമുക്കിത് ഇപ്പം നള്ളിൽ പോയാൽ ഒന്നുമില്ലാത്ത ഇത് വരും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു വ്യൂ നമ്മൾ സേവ് ചെയ്തേക്കണം. അതുപോലെ ഇത്തരത്തിൽ നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിൽ ഇതിൽ തന്നെ വേറെ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ടൂള് നിങ്ങൾ ഉപയോഗിക്കണ ഏതെങ്കിലും ഒരു ടൂള് ഇപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന മാഗ്ഡി ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ മാഗ്ഡിയും മാത്രമാണ് ഇതുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആദ്യം സേവ് ചെയ്ത പോലെ സേവ് ചെയ്യാം. ന്യൂ വ്യൂ എന്നുള്ള രീതിയിൽ മാഗ്ഡിന്ന് മാത്രം സേവ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ടൂൾസ് നിങ്ങൾ ആഡ് ചെയ്തിട്ട് സേവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് നമുക്കിവിടെ വരും. അതിനുശേഷം ഒന്നുമില്ലാതെ ഒരു വ്യൂ കാണണമെങ്കിൽ അങ്ങനെ. അതിനുശേഷം നമ്മളുടെ അനുസരിച്ച് അതനുസരിച്ച് നമുക്ക് നമ്മളുടെ വ്യൂസ് സേവ് ചെയ്യാനായിട്ട് ഉള്ള ഓപ്ഷൻ ഉണ്ട്. റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ അപ്സ്റ്റോക്ക് പുതിയതായിട്ട് മൊബൈലിൽ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് നല്ല ഉപയോഗം ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഷോർട്ട് വീഡിയോ ആണ് ഇനി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും താങ്ക് യു.